പഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയ കൊടും ഭീകരരെ തിരിച്ചറിഞ്ഞു ആസിഫ് ഷെയ്ഖ് സംഘത്തലവൻ. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തയ്ബ ബന്ധമുള്ള ഭീകര സംഘടന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. പാകിസ്ഥാന്റെ പങ്ക് വ്യക്തം. നടുക്കം മാറാതെ ഇന്ത്യ. ഭീകരരെ നേരിടാൻ ഒറ്റക്കെട്ടായി രാജ്യം. സൈന്യം തിരിച്ചടിച്ചു തുടങ്ങി. ബാരാമുള്ളയിൽ നുഴഞ്ഞുകയറിയ 2 ഭീകരരെ വകവരുത്തി. നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ പോസ്റ്റുകൾ ആക്രമിച്ച പാക് സൈന്യത്തിന് തിരിച്ചടി. രാജ്യമെമ്പാടും കനത്ത സുരക്ഷ. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പറന്നുവന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിൽ അടിയന്തര യോഗം. തിരിച്ചടിയും തുടർ നടപടിയും ആലോചിക്കാൻ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയും ഡൽഹിയിൽ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി നൽകണമെന്ന് രാഹുൽ ഗാന്ധി. പതിവ് പോലെ പങ്കില്ലെന്ന് കൈകഴുകി പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചത് 26 പേർ. 24 പേരെ തിരിച്ചറിഞ്ഞു. മരിച്ചത് 27 പുരുഷന്മാരും 1 സ്ത്രീയും. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പഹൽഗാമിലെ തദ്ദേശവാസി. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് അമിത് ഷാ. കശ്മീരിൽ ഉന്നതതല യോഗം വിളിച്ചു. ആക്രമണം നടന്ന പഹൽഗാമിൽ നേരിട്ട് സന്ദർശനം നടത്തി. കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ലെന്നും അമിത് ഷാ. മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം വൈകിട്ട് നാട്ടിലെത്തിക്കും. ഭീകരർ വെടിവെച്ചു കൊന്നത് മകളുടെ കൺമുന്നിൽ. കൊച്ചിയിലെ നാവിക ഓഫീസർ വിനയുടെ സംസ്കാരം ജന്മനാടായ ഹരിയാനയിലെ കർണാലിൽ. ലോകമൊറ്റക്കെട്ടായി ഇന്ത്യക്കൊപ്പം. പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഐക്യദാർഢ്യം അറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഒന്നിച്ചുണ്ടെന്ന് ഇസ്രയേൽ. ന്യായീകരണമില്ലാത്ത ക്രൂരതയെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആക്രമണത്തെ അപലപിച്ച് സൗദിയും UAEയും ഇറാനും മറ്റ് ലോകരാജ്യങ്ങളും.